ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 47-ാം തിരുവചനം. നസ്രായനായ യേശുവാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ജെറിക്കോയിൽ നിന്നും ക്രിസ്തു പുറപ്പെടുമ്പോൾ വഴിയരികിൽ ഇരുന്ന അന്ധയാചകൻ ബർത്തിമിയോസ് വിളിച്ചു പറയുകയാ, നസ്രായനായ യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ബർത്തിമിയോസ് കണ്ടിട്ടല്ല, കേട്ടറിഞ്ഞതാണ് യേശുവാണ് പോകുന്നത്. അപ്പോൾ ഉച്ചത്തിൽ വിളിച്ചു, എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പലപ്പോഴും കണ്ടിട്ടല്ല, കേട്ടറിവുകളാണ്. ആ കേട്ടറിവുകൾ നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിലെ വിശ്വാസമായി മാറുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്. ആ പ്രാർത്ഥന യാഥാർത്ഥ്യമെങ്കിൽ ബർത്തിമിയോസിൽ സംഭവിച്ചത് നമ്മിലും സംഭവിക്കും. അവന് കാഴ്ച വീണ്ടും കിട്ടി. നമ്മുടെ ജീവിതത്തിലെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നെങ്കിൽ ആ നിലവിളിക്കപ്പുറം നമ്മുടെ കർത്താവ് പോകില്ല. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അത്ഭുതങ്ങൾ സംഭവിക്കും. എൻ്റെ കാഴ്ചകൾക്കപ്പുറം ഞാൻ കേട്ട സത്യങ്ങൾ, ഞാൻ അറിഞ്ഞ സത്യങ്ങൾ, അതെൻ്റെ നെഞ്ചിലെ വിശ്വാസമാകട്ടെ. ആ വിശ്വാസം പ്രാർത്ഥനയായി ഉയരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. കരുണാമയനായ കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണം.